എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിലൂടെ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളിലെല്ലാം മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നു അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ എല്ലാവരുടെയും എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എല്ലാ ദിവസവും വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് ലൈവിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അമ്മ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, അതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും മാറിപ്പോകുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും മാറിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അതെല്ലാം മാറും. നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മാതാവിൻ്റെ ലൈവിൽ നിങ്ങൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് അമ്മ മാതാവ് പ്രോമിസ് ചെയ്തിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എപ്പോഴും ലൈവിൽ നിങ്ങൾ പങ്കുചേരണം. 3 കാര്യങ്ങളാണ് അമ്മ മാതാവ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദീർഘായുസ്സാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷവും സമാധാനത്തോടു കൂടെയുള്ള ജീവിതത്തോടു കൂടെ സാമ്പത്തിക ഉയർച്ചയും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപകടവും കൂടാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണവും. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രോമിസാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതീവ ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണം. അതുപോലെ തന്നെ ലൈവിലും അതീവ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കണം. ഈ 3 പ്രോമിസ് അമ്മ നൽകിയിരിക്കുന്നത് ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ അവർക്കാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്, മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ മുഴുവനും ജോയിൻ ചെയ്ത് ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ ആവശ്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നിടം വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ലൈവിൽ ദയവേത് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ടാണ് മാതാവിനോട് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഭക്തിയോടുകൂടെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും മുഴുവൻ മക്കളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നോ, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നോ ആ സമയത്തെല്ലാം അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അമ്മേ മാതാവേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരെല്ലാം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ജോയിൻ ചെയ്തുകൊണ്ട് ലൈവിൽ പങ്കുചേരുന്നതാണ് അമ്മേ മാതാവേ. ഇവരുടെ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അമ്മ ഒരുപാട് മക്കളെ പലതരത്തിലുള്ള രീതികളിൽ സംരക്ഷിച്ചു. അവരെ പലതരത്തിലുള്ള രീതികളിൽ അമ്മ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ലോട്ടറി അടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജപ്തി വക്കിലായിട്ടുള്ള പല കുടുംബങ്ങളെയും അമ്മ മാതാവ് വിടുവിച്ചുകൊണ്ട് പലതരത്തിലുള്ള സഹായം അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടലുണ്ടായി. അമ്മേ മാതാവേ, ഞാൻ അതിനെല്ലാം ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അമ്മ മാതാവ് ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നവരുടെ കാര്യത്തിൽ നടത്തുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ആ 3 പ്രോമിസ് ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും ഓരോരുത്തരും ലൈവിൽ പങ്കുചേരും അമ്മേ മാതാവേ. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരെ അമ്മയുടെ ആ 3 പ്രോമിസിലേക്ക് അമ്മ ആനയിക്കണമേ അമ്മേ മാതാവേ. ഇവരുടെ 3 പ്രോമിസുകളിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. തീർച്ചയായിട്ടും ഇവർ അമ്മയിലേക്ക് കൂട്ടി യോജിപ്പിക്കണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. തീർച്ചയായിട്ടും ഇവർ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കുചേർന്ന് ഇവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം അമ്മയോട് നേരിട്ട് സമർപ്പിക്കുന്നതാണ് അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരുടെ കടബാധ്യതയൊക്കെ മാറിക്കൊണ്ട് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അമ്മ ഇവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക്
കടങ്ങളുണ്ടെങ്കിൽ ജപ്തി വക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ അമ്മേ മാതാവേ ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറണമേ. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് നൽകണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അമ്മ മാതാവ് ഓരോ കാര്യങ്ങളിങ്ങനെ വെളിപ്പെടുത്തി തരുവാണ്. ഓരോരുത്തരെക്കുറിച്ച് വെളിപ്പെടുത്തി തരുവാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾ എത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ജോലിയില്ല എങ്കിൽ അമ്മേ മാതാവേ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, അതുപോലെ തന്നെ എക്സാം എഴുതുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എക്സാം എഴുതുവാനും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പെർഫോം ചെയ്യുവാനും അവർക്ക് നല്ല ജോലി ലഭിക്കുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അവർക്ക് ആ ചെയ്യുന്ന ജോലികളിൽ നല്ല രീതിയിൽ അവർക്ക് ജോലി ചെയ്തുകൊണ്ട് നല്ല വരുമാനത്തോടെ നല്ല സാലറിയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവർക്ക് വിവാഹം നടക്കുവാനായിട്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവർക്ക് മക്കളുണ്ടാവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവരുടെ കുടുംബത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ അവരുടെ കാര്യത്തിൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ രോഗം ബാധിച്ച് കിടപ്പിലായവർ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ സുരക്ഷിതമായ വലയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു അപകടവും കൂടാതെ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം ഉണ്ടായിക്കൊണ്ട് ഇവരെ കാത്തുകൊള്ളണമേ അമ്മേ മാതാവേ. ഇവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നതാണ് അമ്മേ മാതാവേ. അമ്മയോട് ചേർന്ന് നിൽക്കുന്നതാണ് അമ്മേ മാതാവേ. അനേകം മക്കൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മയോട് എല്ലാ ദിവസവും ലൈവിലൂടെ അവരവരുടെ ആവശ്യങ്ങൾ നേരിട്ട് സമർപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.